സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ്. ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി. മലപ്പുറത്തിന്റെ സ്നേഹവും കരുതലും അനുഭവിച്ചറിഞ്ഞ അവർ വയനാട്ടിലേക്ക് മടങ്ങി. വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്ന് സൈന്യം ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തി കരിപ്പൂരിലെത്തിച്ച കുടുംബത്തിലെ 3 പേരും കൊണ്ടോട്ടിയിൽ നിന്ന് ഇന്ന് വൈകിട്ടാണ് മടങ്ങിയത്. നല്ല പെരുമാറ്റമായിരുന്നു. ഞങ്ങളെ നല്ല നോക്കിയവര് എല്ലാം കൊണ്ടും വസ്ത്രവും ഭക്ഷണവും നേരത്തിന് വിളിച്ച് ചോദിക്കലുണ്ടായിരുന്നു. എന്താ വേണ്ടതെന്ന് എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അതിനൊന്നും ഞങ്ങൾക്കൊരു വിഷമം കുറച്ചിട്ടില്ല അവർ. അതൊക്കെ നല്ലപോലെ ഞങ്ങളെ നല്ല നോക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള ഹോസ്പിറ്റലിലെ സിസ്റ്റർമാരാവട്ടെ, ഡോക്ടർമാരാവട്ടെ, ഇവിടെയുള്ള എല്ലാവരും. പിന്നെ നമ്മളെ കൊണ്ടുവന്ന UDF ആൾക്കാരും എല്ലാം കൊണ്ടും നല്ല സപ്പോർട്ടായിരുന്നു. കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ചൂരൽമല SR എസ്റ്റേറ്റിലെ മഹാദേവൻ, ഭാര്യ റാണിയുടെ അച്ഛൻ മാധവൻ ഷെട്ടി എന്നിവരാണ് മടങ്ങിയത്. കൊണ്ടോട്ടിയിലെത്തിയ ഇവർക്ക് ഭക്ഷണവും വസ്ത്രവും എല്ലാം സന്നദ്ധ പ്രവർത്തകർ എത്തിച്ചു നൽകി. ഭക്ഷണം തന്നെ ഡ്രസ്സും കാര്യങ്ങളും പുതയ്ക്കാനുള്ള പുതപ്പും അങ്ങനെ പിന്നെന്താ ഫ്ലാസ്ക്, കുഴപ്പമില്ല, ചുടുവെള്ളമൊക്കെ എടുത്ത് വെക്കാനുള്ള ഫ്ലാസ്കൊക്കെ കൊണ്ടു തന്ന് ഞങ്ങൾക്ക് തിന്നാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു തന്നവർ. അതുകൊണ്ട് ഞങ്ങളെ എന്തായാലും നല്ല നോക്കിയിട്ടുണ്ട്. ഞങ്ങളെ ഈ 10-11 ദിവസം ഞങ്ങളെ നാട്ടിലേക്ക് പോകണം, ഞങ്ങൾ വയനാട്ടിലേക്ക് പോകണം എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് എന്താ സ്ഥിതിഗതികളെന്ന് അറിയില്ല. പോയിട്ട് വേണമെങ്കിൽ എന്താ വെച്ചാൽ ചെയ്യാം. TV ഇബ്രാഹിം MLAയും നഗരസഭാ അധികൃതരും സേവന സന്നദ്ധരും ക്ലബ്ബ് പ്രവർത്തകരും ഇടയ്ക്കിടെ എത്തിയിരുന്നു. ദുരന്ത ഭൂമിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ കരിപ്പൂരിൽ 6 പേരെയാണ് എത്തിച്ചത്. ഇവരിൽ 2 പേരെ പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഒരാൾ ബന്ധുവിനൊപ്പം പോയി. മനസ്സു നിറയെ കൊണ്ടോട്ടിയുടെ സ്നേഹവുമായാണ് മടങ്ങുന്നതെന്ന് അവർ പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങളെന്ന് വെച്ചാൽ ഇവിടെ രാഷ്ട്രീയമോ അതോ ഇതോ അങ്ങനത്തെ യാതൊരു ഇതില്ല. എല്ലാ സഹോദര്യം അതുപോലെ ഇവിടെ ഹോസ്പിറ്റലിലുള്ളവരും പിന്നെ അതിൻ്റെ സെക്യൂരിറ്റിമാരും മറ്റേ ഇവിടെ നഴ്സിങ്ങും ഡോക്ടർമാരും എല്ലാവരും ഞങ്ങളെ നല്ലപോലെ നോക്കി. പിന്നെ ഇവിടുത്തെ കൗൺസിലറും ഞങ്ങളെ വേണ്ടതെല്ലാം സഹകരണം ചെയ്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾ പറയണതൊക്കെ മൂപ്പര് വിളിച്ചപ്പോൾ ഓടിയെത്തും. എന്താണെന്നുള്ളത് വെച്ചാൽ എന്തുണ്ടെങ്കിലും നമ്മളോട് പറയണമെന്നറിയും. ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടായിരുന്നു. യാതൊരു ഒന്നിനും കുറവ് വരുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് നാട്ടിൽ ചെന്നിട്ടിപ്പോൾ അത് ഇവിടെ എസ്റ്റേറ്റ് പണിയെടുക്കുന്ന ഹോസ്പിറ്റലുണ്ട് നമ്മുടെ മോളും. ആ ഹോസ്പിറ്റലിൽ പോയിട്ട് അപ്പോൾ അവിടെ എന്താ പറയണത്, അവിടുത്തെ വെൽഫെയർ ഇപ്പോൾ വിളിച്ചു പറഞ്ഞില്ല, ഞങ്ങൾക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ വണ്ടിയൊക്കെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞു. ആ വണ്ടി എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ ഈ നാട്ടുകാരോട് എല്ലാവരോടും നന്ദി ഉണ്ട്. നമുക്ക് മറക്കാൻ പറ്റാത്ത അവസ്ഥ. ചെയർപേഴ്സൺ നിത ഷഹീർ, വൈസ് ചെയർമാൻ അഷ്റഫ് മടാൻ, കൌൺസിലർ സാലിഹ് കുന്നുമൽ തുടങ്ങിയവർ ഇവരെ യാത്രയാക്കാനെത്തി. നഗരസഭാ കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും സ്വരൂപിച്ച തുകയും ഇവർക്ക് കൈമാറി. എയർ1 ന്യൂസ്, കൊണ്ടോട്ടി. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.